നമോ ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടോ നക്ഷത്ര സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം തോന്നുന്നുവെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ശുഭപ്രതീക്ഷ വെച്ച് ജീവിക്കുന്ന ഈ പൂരോരുട്ടാതി നക്ഷത്രക്കാരിൽ അവർ ഏറ്റെടുക്കുന്നതായിട്ടുള്ള ഏതൊരു കാര്യമായാൽ പോലും അത് വളരെയധികം ആത്മാർത്ഥതയോടെ, വളരെയധികം സത്യസന്ധതയോടെ, ക്ഷീണം നോക്കാതെ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുന്നവരാണ്. കുംഭം രാശിയിലാണെങ്കിൽ 45 നാഴികയും മീനം രാശിയിൽ 15 നാഴികയും കൂടിച്ചേരുന്ന മനുഷ്യഗണത്തിൽ വരുന്ന നക്ഷത്രമാണ് ഈ പൂരോരുട്ടാതി നക്ഷത്രം. അതിൽ കുംഭം രാശിയിൽ ജനിച്ച പൂരോരുട്ടാതി നക്ഷത്രക്കാർക്കാണെങ്കിൽ ഏഴരശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നുണ്ടെങ്കിലും വളരെയധികം ശ്രദ്ധയോടെ ഈശ്വരാനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്കും മനസ്സന്തോഷത്തിനും സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. എന്നാൽ ഏഴരശനിയിലൂടെ സഞ്ചരിക്കുന്ന ശനീശ്വരൻ്റെ ദൃഷ്ടി അഷ്ടമഭാവത്തേക്ക് വരുന്നതുകൊണ്ടും ജന്മരാശിയിലാണെങ്കിൽ രാഹു നിൽക്കുന്നതുകൊണ്ട് ആരോഗ്യപരമായിട്ട് ദൈനംദിന ജീവിതത്തിൽ, അനുഷ്ഠാനങ്ങളിൽ, യാത്രകളിൽ, ഡ്രൈവിങ്ങിലെല്ലാം ഈ ഒരു സമയങ്ങളിൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും വളരെയധികം ദീർഘവീക്ഷണം വേണ്ട സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. എന്നാലോ തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും കർമ്മമേഖലകളിലെ ഉയർച്ചയ്ക്കും പരിവർത്തനങ്ങൾക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കും വളരെ നല്ലൊരു സമയമാണ്. കാരണം 5-ാം ഭാവനാഥനും വിദ്യാമാതുല കാരകനുമായിരിക്കുന്ന ബുധനാണെങ്കിൽ ജന്മരാശിയിൽ നിൽക്കുന്നതും 5-ാം ഭാവത്തിലാണെങ്കിലോ ജ്ഞാനകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ നല്ലൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും സന്താനഭാവങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും എല്ലാം അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. അതുകൊണ്ട് കുംഭം രാശിയിൽ ജനിച്ച പൂരോരുട്ടാതി നക്ഷത്രക്കാർ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി മീനം രാശിയിൽ ജനിച്ച പൂരോരുട്ടാതി നക്ഷത്രക്കാർക്കാണെങ്കിൽ ജന്മശനിയുടേതായിട്ടുള്ള കാലഘട്ടം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു സമയമാണെങ്കിലും ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി മൂലം ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട്. തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ സുഖസ്ഥാനത്ത് നിന്നുകൊണ്ട് കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നതിനാൽ തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ധാരാളം നേട്ടങ്ങൾക്ക് കിട്ടുന്ന സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. എന്നാലോ ശ്രദ്ധിക്കേണ്ട കാര്യം, നിവൃത്തിനാഥനായിരിക്കുന്ന ബുധന് ദുരിതഭാവസ്ഥിതി വരുന്നതുകൊണ്ട് ബിസിനസ് സംബന്ധമായിട്ട് കർമ്മപരമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളിൽ പഠന സംബന്ധമായിട്ടും കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ട സമയമാണ്. അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കണം. എന്നാൽ ധനപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും ചിലവ് വർധനവിന്, അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം ഈ ഒരു സമയത്ത്. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അഭിപ്രായ ഭിന്നതകൾ വരാതെ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് മീനം രാശിയിൽ ജനിച്ച പൂരോരുട്ടാതി നക്ഷത്രക്കാരെ ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഈ സമയത്ത് വളരെ നല്ലതാണ്.